ഹലോ മോളെ. അമ്മേ, സുഖല്ലേ? കൊള്ളാലോ. എവിടെയോ ദൂരെ ദിക്കിലേക്ക് പോയ പോലെയാ ചോദിക്കുന്നെ. സുഖം തന്നെയാ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അമ്മയ്ക്ക് ചെറിയ പരിഭവം ഉണ്ട് കേട്ടോ. അമ്മ, ഞാൻ അങ്ങോട്ടേക്ക് പോരാൻ നിന്നതാ. അപ്പോഴല്ല ഏട്ടന്റെ ചികിത്സയുടെ കാര്യമൊക്കെ വന്നത്. അച്ഛനും അമ്മയും കൂടി സമ്മതിച്ചിട്ടല്ല ഞാനിവിടെ നിന്നത്. ഏട്ടന് സുഖമായ ഞാൻ ഓടി അങ്ങ് എത്തുമല്ലോ. അമ്മ വെറുതെ പറയുന്നതാ മോളെ. നീ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് നന്നായി അറിയുന്നുണ്ട്. ഇവിടെ ഒരു ഒച്ചയും ഇല്ല, അനക്കവും ഇല്ല. ഇപ്പൊ എവിടെയാ നീ? ഞാൻ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് കണിമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബസ്സിലാണോ? അല്ല, ഫിദ മാഡത്തിന്റെ കാറിലാ. ആ, കാറൊക്കെ വിട്ടു തരുമോ നിനക്ക്? പിന്നെ എന്നും കാറിൽ പറഞ്ഞ് അയക്കാന്നൊക്കെ പറയും. പക്ഷെ ഞാനങ്ങനെ കയറാറൊന്നുമില്ല. ഇന്നൊരു ചെറിയ തലവേദന തോന്നിയത് കൊണ്ട് ഞാനിങ്ങി പോകുന്നു. എന്നിട്ട് തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയോട് സംസാരിച്ചല്ലോ, അപ്പൊ പറഞ്ഞു. ആ പിന്നെ അമ്മ, ഏട്ടന്റെ പേരിൽ കുറെ വഴിപാടുകൾ നടത്താനുണ്ട്. നാളെ ഞാൻ അമ്പലത്തിൽ വരും. അമ്മ ഉണ്ടാവോ അവിടെ? അതിനെന്താ, നീ വരുന്നു പറഞ്ഞ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവില്ലേ? ശരി അമ്മേ, നാളെ കാണാം. നന്നായി നാളെ വരാന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ നേരെ കണിമംഗലത്തേക്ക് വന്നേനെ. അത് വെറുതെ. സത്യമായിട്ടും പറ്റണില്ല കുട്ടി, നീ ഇല്ലാണ്ട്. അയ്യോ, നീ ഫോൺ വെച്ച മോളെ. അടുപ്പത്തിരുന്ന് പാല് തിളച്ചു.